നമസ്കാര സുഹൃത്തുക്കളെ, പച്ചച്ചക്ക ഫുഡ് ആൻഡ് ട്രാവലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഞാനിന്ന് ഇവിടെ നിൽക്കുന്ന കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തോ കൃഷി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോഴേ ഞങ്ങള് നേരത്തെ കിഴങ്ങും കാച്ചിലും ഒക്കെ നടുന്ന വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അവിടെ തേക്കിന്റെ ചുവട്ടിലാണ് വെച്ചേക്കുന്നത്. അതിന്റെ വേണമെങ്കിൽ പറിക്കാം, പക്ഷെ നമ്മൾ അതിന്റെ വള്ളിയൊക്കെ ഉണങ്ങിയിട്ടേ പറിക്കുന്നുള്ളൂ. അപ്പം അതിനും മുന്നേ ഇവിടെ കുറച്ച് കിഴങ്ങ് നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കിഴങ്ങിൻ്റെ വള്ളി കണ്ടോ, ഇതൊക്കെ ഉണങ്ങി. ഇപ്പം ഇപ്പോഴത്തെ മഴയൊക്കെ ആയതുകൊണ്ട് നമുക്ക് അറിയത്തില്ലല്ലോ, ചിലപ്പോൾ ഇതിൻ്റെ വള്ളിയും കൂടെ ഉണങ്ങി നിൽക്കുന്നതുകൊണ്ട് ഇനി ചീഞ്ഞു പോകുമോ ഇല്ലയോ എന്ന്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതൊന്ന് പറിച്ചേക്കാന്ന് വിചാരിച്ചു. ഇത് 2 കിഴങ്ങാണ് നട്ടേക്കുന്നത്. ഇതിൽ ഒരെണ്ണത്തിൻ്റെ വള്ളി ഉണങ്ങി, പക്ഷേ ഒരെണ്ണത്തിൻ്റേത് വിളഞ്ഞു നിൽക്കുക, ഉണങ്ങാറായതാ. അങ്ങനെ നന്നായിട്ട് ഉണങ്ങിയിട്ടില്ല. പക്ഷെ നമ്മളിതൊന്നങ്ങ് പറിച്ചെടുക്കുക കേട്ടോ. നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. എല്ലാവരും പറയും ഇതിനൊരു സമയമുണ്ട് നടാനെന്ന്. പക്ഷെ ഞങ്ങൾ അതൊരു പരീക്ഷണത്തിന് വേണ്ടി ഞാൻ ആ കിഴങ്ങ് നടുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ, അതിനും 1 മാസം മുന്നേ നട്ടതായത്. അപ്പം നമുക്കിതൊന്ന് പറിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന് കേട്ടോ. അധികം വലിച്ചു നീട്ടുന്നില്ല വീഡിയോ. ഞാൻ ഗ്ലൗസ് ഒന്നും കേട്ടോ, എൻ്റെ കൈ ഇന്നലെ ഇവിടെ എല്ലാം ക്ലീൻ ചെയ്തായിരുന്നു. അപ്പോൾ പിച്ചാത്തി പിടിച്ചപ്പം പിച്ചാത്തിയുടെ ആ സൈഡ് കൊണ്ടിട്ട് കൈ ഇത്തിരി മുറിഞ്ഞിരിക്കുക. അല്ലെങ്കിലും ഞാൻ കഴിവതും ഗ്ലൗസ് ഇട്ട ഇങ്ങനെ മണ്ണിനകത്തിലൊക്കെ കൈ ഇത്തിരി മുറിഞ്ഞിരിക്കുക, അതുകൊണ്ടും കൂടെയാണ് കേട്ടോ ഗ്ലൗസ് ഇട്ടത്. ചക്കക്കുരു ഒക്കെ കിളിർത്ത് നിൽക്കുന്നത് കണ്ടോ. ഇതൊക്കെ കറി വെക്കാൻ പറ്റുമെങ്കിലേ ചക്കക്കുരു ഇങ്ങനെ നിർത്തിയിട്ട് അതാകുമ്പോൾ അഴുക്കാവത്തില്ലല്ലോ, കിളിർത്ത് നിന്നോളും നല്ല പച്ചയായിട്ട്. കണ്ടോ, ചുമ്മാതെ എടുത്ത് അങ്ങോട്ട് വെച്ചതാണേ. നമ്മൾ സൂക്ഷിച്ചു വെച്ചാൽ അത്രയും നന്നായിട്ട് ഇരിക്കത്തില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. നോക്കാം വേഗമൊന്നല്ലേ, വേണേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം നമ്മുടെ കിഴങ്ങൊക്കെ കണ്ടോ സുഹൃത്തുക്കളെ, ഒന്ന് നോക്കാം. ചാക്കയിലോട്ട് മണ്ണ് കുടഞ്ഞിടാം. എനിക്ക് ഈ വീഡിയോ ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മുടെ അധ്വാനമല്ലേ. കിഴങ്ങൊക്കെ ഇങ്ങനെ തെളിഞ്ഞിരിക്കുന്ന കണ്ടോ. നമുക്ക് ഇതേ മുള്ളുണ്ടേ, ഇതങ്ങ് മുറിക്കാം, എന്നാലേ നമുക്ക് ഈ ചാക്ക് അങ്ങോട്ട് മറിച്ചിടാൻ പറ്റത്തുള്ളൂ. കയ്യിലോട്ട് മുള്ളു കൊടുത്തു. കുറച്ച് മണ്ണിങ്ങനെ ഒന്ന് വടിച്ചിട്ടിട്ട് ഞാൻ നോക്കട്ടെ ഇങ്ങനെ പോകാതെ അടർത്തിയെടുക്കാൻ പറ്റുമെന്നേ. ചാക്കങ്ങ് കീറാം. ഇതൊക്കെ ഇനിയും കൊള്ളത്തില്ല നടാൻ കേട്ടോ ഈ ചാക്ക്. ഇത് മുള്ളായ കാരണമില്ലേ, ഇത് ഇത്തിരിയും കൂടെ നിന്നാലും കുഴപ്പമില്ലായിരുന്നു. ഞാനാ പറഞ്ഞത്, ഈ വള്ളി എല്ലാം അങ്ങ് പൊഴിഞ്ഞു പോകും ഫുള്ള്. ഇതും കൂടെ നോക്കാം. ഇത് വള്ളി ഉണങ്ങിയതാണല്ലോ. നമ്മൾ പ്രതീക്ഷിച്ച പോലുള്ള വിളവ് കിട്ടിയില്ല, എന്നാലും അതും സാമാന്യം നല്ല വലിപ്പമുള്ള കിഴങ്ങ്. മുള്ളാണേ. കണ്ടോ, നമ്മളിനിയിപ്പോൾ ഇതങ്ങോട്ട് പുഴുങ്ങും. നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ പറിക്കാൻ വേണ്ടിയാണല്ലോ നമ്മൾ തന്നെ നട്ടു വെക്കുന്നത്. ഞങ്ങളുടെ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. നമുക്കപ്പോൾ ഇതങ്ങ് കഴുകി പുഴുങ്ങിയെടുക്കാം. നമ്മളെ ചാക്കിനകത്തിൽ നട്ടത് എന്നാണെന്നറിയാവോ, നമുക്ക് തന്നെ കിളക്കണ്ട, അങ്ങനെ വലിയ കഠിനാധ്വാനമൊന്നുമില്ല. നമ്മളെ കൊണ്ടാവുന്നത് പോലെ നമ്മൾ കുറച്ച് കരിയില്ലേ, ഞാനത് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം വലിയ വളമൊന്നും പ്രതീക്ഷിച്ചല്ല നമ്മൾ ചെയ്തത്. എന്നാന്ന് ചോദിച്ചാലേ, നമ്മൾ കൂലിയൊക്കെ കൊടുത്ത് നടിപ്പിച്ചിട്ട് നമ്മൾ പറിച്ചെടുക്കുമ്പം നമുക്ക് അതിൻ്റെതായ ലാഭം കിട്ടിയില്ലേ, നമുക്കതൊരു വിഷമമല്ലേ. ഇതാകുമ്പം നമുക്ക് തന്നെ പറിച്ചെടുക്കാം. കണ്ടോ, ഞാൻ ഇതിനകത്തിൽ കാണിക്കാം. എൻ്റെ ഈ ഒരു സാധനമായിരുന്നു നട്ടു വെച്ചേ കിഴങ്ങ്. കണ്ടോ, എൻ്റെ ഈ ഒരു കിഴങ്ങ്, അതിൽ നിന്ന് ഇത്രയും കിട്ടിയില്ലേ. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് സന്തോഷമാണ്. കണ്ടോ, അപ്പം നമുക്കിതൊന്ന് പുഴുങ്ങിയെടുക്കാം കേട്ടോ. കിഴങ്ങേ പുഴുങ്ങാൻ അടുപ്പേ വെച്ചിട്ട് നമുക്ക് കുറച്ച് ജോലി ഉണ്ടായിരുന്നു. ഇതുണ്ട് ഈ ക്യാഷിനട്ടേ 2 വർഷം മുന്നേ ഇരുന്നത്, അത് കൊള്ളത്തില്ല കേട്ടോ, ഫുള്ള് കേടായതാ. അത് കാരണം അതും കൂടെ നമ്മൾ ഈ അടുപ്പിലോട്ട് അങ്ങ് ഇടുക. തീ കത്തിച്ചങ്ങ് തീ പിടിച്ചോളൂ എളുപ്പം. ഇത്തിരി മണ്ണെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് തീ പിടിപ്പിക്കാം. വെള്ളം അടുപ്പിലോട്ട് തിളയ്ക്കാൻ വെച്ചിട്ട് നമുക്ക് കിഴങ്ങ് നന്നായിട്ട് കഴുകി എടുക്കണം. കിഴങ്ങ് പുഴുങ്ങുന്നതാണ് ഏറ്റവും എളുപ്പമുള്ള ജോലി. അത് ചെത്തുവും ഒന്നും വേണ്ടല്ലോ. അപ്പം
വെള്ളം ഇരുന്ന് ചൂടാവട്ടെ. ഇനി ഇത് കഴുകിയെടുക്കണം, മണ്ണൊന്നും ഇല്ലാതെ. കിഴങ്ങെല്ലാം നമ്മൾ കഴുകിയെടുത്തു കേട്ടോ. ഇനി ഇതൊന്ന് അറ്റവും വാലും ഒക്കെ ഒന്ന് മുറിച്ചിട്ടൊന്ന് വരഞ്ഞു കൊടുക്കണം. നമുക്ക് വെന്ത് കഴിയുമ്പോൾ അത് പൊളിച്ചെടുക്കാൻ എളുപ്പത്തിന്. എല്ലാവർക്കും ഇത് അറിയാം കേട്ടോ. നമ്മളിത് പറിച്ച് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് കാണിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇതിൻ്റെ ഇവിടെ ഒന്ന് മുറിച്ചിട്ട് ഒന്നും പൊളിക്കാനേ എളുപ്പമുണ്ട്. ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുത്താൽ മതി. ചെറുതിനൊക്കെ ഒന്ന് വരയുന്നേ ഉള്ളൂ ജസ്റ്റ്. അല്ലെങ്കിൽ വലിപ്പമുള്ള കിഴങ്ങിൻ്റെ കൂടെ കിടക്കുമ്പോൾ അത് വെന്ത് അലുത്തു പോകും. ഇതിൻ്റെ ഈ മണ്ട മുറിച്ച് കളയുന്നതില്ലേ, ഇത്തിരി വലിപ്പത്തിൽ ഇങ്ങനെ മുറിച്ച് നടുവാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വിത്തിനെടുക്കാം കേട്ടോ, നട്ടു വെക്കാൻ പറ്റും. കിഴങ്ങ് പുഴുങ്ങാനുള്ള വെള്ളമൊക്കെ തിളയ്ക്കാൻ തുടങ്ങി കേട്ടോ, ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. ഇത് നമുക്ക് ഇങ്ങനെ തന്നെ അങ്ങ് പുഴുങ്ങാം അല്ലേ. പക്ഷെ ഇതിൻ്റെ കൂടെ ചെറുതെല്ലാം വേവോന്നറിയില്ല, എന്തായാലും നോക്കാം. നമുക്ക് പുറത്ത് ഇങ്ങനെ ഇച്ചിരി വിസ്താരമുള്ള പാത്രത്തിലായതുകൊണ്ട് നമുക്ക് കോരിയെടുക്കാം, ചെറുതങ്ങ് വേവുവാണെന്നുണ്ട്. ഇത് ഞാൻ ഒന്നുകൂടെ ഒന്ന് കഴുകിയെടുക്കട്ടെ. എന്താ അങ്ങനെ നമ്മുടെ വെള്ളമെല്ലാം വെട്ടിത്തിളച്ചു. ഇനി നമുക്ക് കിഴങ്ങ് ഓരോന്നോരോന്നായിട്ട് പെറുക്കിയിട്ട് കൊടുക്കാം, അല്ലെ ദേഹത്തോട്ട് തെറിക്കും. അതുകൊണ്ടാണ്. എല്ലാവർക്കും ഇഷ്ടമല്ലേ കിഴങ്ങ് പുഴുങ്ങിയത്? ചമ്മന്തിയൊക്കെ കൂട്ടി അങ്ങോട്ട് കഴിക്കണം അല്ലേ. ഇത്തിരി ഉണക്കമീൻ വറുത്തതും കൂടെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല. പിന്നെ നമുക്കിത് അടച്ചു വയ്ക്കാവേ. ഇത്തിരി നേരം ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഇത്തിരി ഉപ്പുകല്ലും കൂടെ ഇട്ട് കൊടുക്കാം. കണ്ടോ, നമുക്ക് കിഴങ്ങിന് കൂട്ടാൻ ചമ്മന്തി അരയ്ക്കാനേ മുളകും കൂടെ പറിക്കാം. ഇത് കണ്ടോ, എന്നോട് എൻ്റെ ഒരു സുഹൃത്ത് ഇതിൻ്റെ പഴുത്ത മുളക് പാകാനായിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. 2 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഈ കിളി കൊണ്ടുപോയി പഴുത്തത് മുഴുവനും. എന്തായാലും 2 എണ്ണം കിട്ടിയിട്ടുണ്ട്. തരാവേ, നിങ്ങൾ വരുമ്പം കൊണ്ട് തരാം കേട്ടോ. നേരത്തെ ഉണ്ടായിരുന്നു, ഞാൻ പറിച്ചതായി. നല്ല എരിയുള്ള മുളകിൻ്റെ ചമ്മന്തി വേണം, നല്ല ടേസ്റ്റ്. നമുക്ക് 2 കാന്താരിയും കൂടെ പറിക്കാം. അപ്പുറത്ത് കാന്താരി പഴുത്തതും നിൽപ്പുണ്ട്. പഴുത്തതല്ല, പഴുത്തതും പഴുക്കാത്തതും ഒക്കെ. കുഞ്ഞൻ കാന്താരി പഴുത്ത് നിൽപ്പുണ്ട്. കിളികൾ കണ്ട അന്നേരം ഉണ്ട്. ഈ കരിയിലക്കിളി കൂട്ടത്തോടെയാണ് വരുന്നത്. കണ്ടോ, പിന്നെ ഈ മുറ്റത്ത് കൊണ്ടുവച്ചേക്കുന്നത്. കിളി കൊണ്ടുപോകാതിരിക്കാൻ എന്നാലും വരും. ഉണ്ടോ, നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാനുള്ള മുളകും കാന്താരിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അവിടെയും കുറച്ച് പച്ചമുളക് പഴുത്ത് നിൽപ്പുണ്ട്. കിളി കൊണ്ടുപോയോ ഇല്ലയോ എന്നൊന്ന് നോക്കാം. മുളകും കൂടെ നമുക്കങ്ങ് പറിച്ചെടുക്കാവേ. പഴുത്തിട്ടുണ്ട്. 5 രൂപയ്ക്ക് വാങ്ങിച്ചു വെച്ച പച്ചമുളകിൻ്റെ തൈയായിരുന്നു. കുറേ മുളക് പറിച്ചിരുന്നു. ഇന്ന് നമ്മൾ ആദ്യമേ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി എന്നാണെന്നറിയോ? ഇന്നലെ ഞങ്ങൾ ക്ലീനിങ് വീഡിയോ ചെയ്തപ്പം പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റിയില്ല. ഇതുപോലെ ജോലിയായിരുന്നു. പകുതിയാക്കി ഇട്ടിട്ട് കയറി പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് എന്ത് ചെയ്തു, ആദ്യമേ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് ഉണ്ടാക്കിയിട്ട് കൃഷിയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചേ. എന്താ, നമുക്കൊരു സന്തോഷം തിരിയുള്ളതിൽ. നമ്മുടെ കിഴങ്ങൊക്കെ തിളച്ച് നന്നായിട്ട് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ അടച്ചു വെക്കാം, വേകട്ടെ. ചെറിയ കിഴങ്ങില്ലേ, അതങ്ങ് അതാ ഞാൻ വലിയ കിഴങ്ങിൻ്റെ കൂടെ ഇട്ടാൽ ഇത് ഒന്നിച്ച് വേഗത്തില്ലെന്ന് എനിക്കറിയാമായിരുന്നു. നമുക്ക് ആ ചെറുതെല്ലാം അങ്ങ് കോരിയെടുക്കാം. കുക്കറിനകത്തിൽ വെച്ചാലേ ഇത് ഫുള്ളങ്ങ് അലുത്തു പോകും. അപ്പം ഇതാവുമ്പോൾ നമുക്ക് ഇങ്ങനെ കോരിയെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ വലിയ കിഴങ്ങ് അതുപോലെ ചെറുതാക്കിയിടണം. അപ്പം ഇതൂടെ ഇച്ചിരി കൂടെ അതൊന്ന് വേകട്ടെ. വലിയ കിഴങ്ങല്ലാതെ വീണ്ടും അടച്ചു വെക്കാം. കോരിയെടുക്കുവോ? ഇല്ല, അങ്ങോട്ട് പോയി. ഇങ്ങോട്ടൊന്നും വരത്തില്ല. നമ്മൾ കുക്ക് ചെയ്യുന്നിടത്തൊന്നും അങ്ങനെ വരത്തില്ല. അവൻ ആള് ഡീസന്റാ മാമേ. നല്ല മണമാ ചമ്മന്തിയുടെ. ചമ്മന്തി ഇതിന്റെ സൈഡിൽ വെച്ചേക്കുവാ. മാമ കിഴങ്ങ് പുഴുങ്ങിയത് കൊടുക്കുവാ. പക്ഷെ കാന്താരി ചമ്മന്തിയും കൂടെ കൊടുക്കണം. അത് തിന്നുന്നുണ്ടല്ലേ? കോവയ്ക്ക നന്നായിരിക്കുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്. ചട്നിയാണെന്ന് ഒരു സൂപ്പർ ചട്നിയാ. സൂപ്പർ ചട്നി. നന്നായിരിക്കുന്നു.
മതിയോടാ നമ്മൾക്ക് കൊടുത്താൽ അവൻ അത്രയും കഴിക്കത്തില്ല. കിഴങ്ങ് കഴിക്കുന്ന പട്ടി. അതെ, ഞങ്ങള് കിഴങ്ങ് പുഴുങ്ങിയത് കഴിക്കാൻ പോവാണേ. ഇങ്ങനെ പൊളിഞ്ഞിങ്ങി പോരും. നാടൻ ഭക്ഷണങ്ങൾ ഇഷ്ടമുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാ കേട്ടോ. ഇത് നേരത്തെ ഒന്നും ഇപ്പൊ ഇങ്ങനെ അധികം കാണാനില്ലായിരുന്നു. ഇപ്പൊ വീണ്ടും എല്ലായിടത്തും വന്നു തുടങ്ങി. പച്ചക്കറി കടകളിലും പിന്നെ വീടുകളിലും ഒക്കെ കൃഷി ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അടിപൊളിയാ, ഞങ്ങക്ക് ഭയങ്കര ഇഷ്ടമാ. ഡൈമ ഇങ്ങ വാ. ഡൈമന് നമ്മള് കൊടുത്താൽ കിഴങ്ങ് വേണ്ട, അമ്മാമ്മ കൊടുക്കുന്ന കിഴങ്ങ് മതി. കണ്ട കുത്തിരുന്ന് കഴിക്കുന്നു. യോ യോ അങ്ങോട്ട് നോക്ക്. യോ കണ്ടോ, അമ്മാമ്മ കിഴങ്ങ് ഒഴുകിയത് കൊടുക്ക. അയ്യോ കൊടുക്ക. അയ്യോ ഡൈമന്റെ പരിപാടി ഇതൊക്കെ. ഇതന്നെ ഇവിടെ കണ്ടോ, ഇങ്ങനാ ചോദിച്ചു മേടിക്കുന്നേ. ഐസ്ക്രീമും ഒക്കെ ഇങ്ങനെ ചോദിച്ചു ചോദിക്കുവാ. അതിനെങ്ങനെ തുമ്മി പറയുന്നേ. ഗുഡ് ബോയ്, ഗുഡ് ബോയ്. കണ്ണൂര് വന്നിട്ടുണ്ടോ? അത് മുളകിന്റെയാ. അമ്മച്ചി പൊക്കോട്ടെ. ഡൈമന് ഇഷ്ടപ്പെട്ട് കേട്ടോ കിഴങ്ങ് പുഴുങ്ങിയതും ചമ്മന്തി കഴിച്ചിട്ട്. അതെല്ലാം തൈകളെല്ലാം ഒന്ന് കുഴിച്ചു വെക്കണം. വീഡിയോ ഒക്കെ ഇത്തിരി ലെങ്തി ആയി പോകും കേട്ടോ. ഇഷ്ടമുള്ളവരൊക്കെ കാണുക. പിന്നെ ഫേസ്ബുക്കിൽ കാണുന്നവരെ ചാനലിലും കൂടെ ഒന്ന് കയറി ഒന്ന് വീഡിയോസൊക്കെ ഒന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേലും കമൻറ്റുകളൊക്കെ ഒന്ന് അറിയിക്കുകയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഒക്കെ ഒന്ന് ചെയ്യണേ. അപ്പോഴേ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുവാ കേട്ടോ. മഴയാ, അതുകൊണ്ട് നമുക്ക് മറ്റ് ജോലികളൊന്നും പുറത്തെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.